കണക്കുകൾക്കും വിലയിരുത്തലുകൾക്കും ചർച്ചകൾക്കും ഒക്കെ മേലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് മറ്റന്നാളാണ്. ദിവ്യ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. ഒപ്പം ഷബീർ ഒമറും ഉണ്ട്. ആദ്യം ദിവ്യയിലേക്ക് പോകുന്നു. ദിവ്യ, ഇനിയിപ്പോൾ കൃത്യം 40 മിനിറ്റ് മാത്രം ബാക്കിയാണ്. വലിയ ആവേശം കാണുന്നുണ്ട്. ദിവ്യ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അവിടെ വനിതാ പ്രവർത്തകരുടെയൊക്കെ ഒരു വലിയ സാന്നിധ്യം കൊട്ടിക്കലാശത്തിലുണ്ട് അല്ലേ? അതെ രേഷ്മ, കുറഞ്ഞ സമയത്തിനുള്ളിൽ നിരവധി ആളുകളാണ് LDF ക്യാമ്പിലേക്ക് വന്നത്. സരിന്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇവരുടെ ഈ ആവേശവും ഉത്സാഹവും എല്ലാം സരിൻ വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും സരിനെ ജയിക്കും. ഒരുപാട് ഭൂരിപക്ഷത്തിൽ 30,000-ഓളം വോട്ട് കവർന്ന് 15,000 ഭൂരിപക്ഷം വരും. കഴിഞ്ഞ പ്രാവശ്യം 3-ാം സ്ഥാനത്താണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ ധാരണ മാറ്റിയിട്ട് ആ 17,000 വോട്ട് മറികടന്ന് ഞങ്ങൾ ഈ 15,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കുന്നു. നല്ല ഭൂരിപക്ഷത്തിൽ സരിൻ ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജയിക്കും. വട്ടിയൂർക്കാവ് ആവർത്തിക്കും. വട്ടിയൂർക്കാവ് 3-ാം സ്ഥാനത്ത് 1-ാം സ്ഥാനത്തേക്ക് എത്തും. വട്ടിയൂർക്കാവ് ആവർത്തിക്കും. അങ്ങനെ വളരെ ശുഭപ്രതീക്ഷയിലാണ് LDF ക്യാമ്പ് ഉള്ളത്. കാരണം തുടക്കം മുതൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഉണ്ടായ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. UDF ക്യാമ്പിൽ നിന്ന് സരിനെ LDFിലേക്ക് എത്തിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം UDFിലുണ്ടായ പല കോളുകളും പല വിവാദങ്ങളും LDFിന് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വിമത സ്വരമടക്കം പലപ്പോഴും UDFിനെ വെട്ടിലാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഷാനിബ് അടക്കമുള്ള നിരവധി പേര് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. അതുപോലെ തന്നെ പിരായിരി പഞ്ചായത്തിലെ വാർഡ് മെമ്പറും ഭർത്താവും അടക്കം പുറത്തേക്ക് വന്ന് സരിന് പിന്തുണ അർപ്പിച്ചു. ഇതെല്ലാം വോട്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ LDF ക്യാമ്പുള്ളത്, സരിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 3 തവണ നഷ്ടപ്പെട്ടു പോയ ആ പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സരിനും സംഘവും അല്ലെങ്കിൽ LDF ക്യാമ്പ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത്. ആവേശം പൊട്ടി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എങ്ങും സരിൻമയമാണ്. പ്ലക്കാർഡുകളും അതുപോലെ തന്നെ ബലൂണുകളും ചെങ്കോടുകളും ഏന്തി നിരവധി പേരാണ് ഈ LDFിന്റെ കുട്ടിക്കലാശം നടക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി അല്പസമയത്തിനകം എത്തും. അപ്പോൾ ഈ ആവേശം ഒരു പരകോടിയിലെത്തും. ഇപ്പോൾ നിലവിൽ പ്രവർത്തകരെല്ലാവരും തടിച്ചുകൂടിയിരിക്കുകയാണ് തങ്ങളെ പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇവർ പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ, അതായത് UDFിൻ്റെയും അതുപോലെ തന്നെ NDAയുടെയും ക്യാമ്പിലുള്ളത് മറ്റ് പല ജില്ലകളിൽ നിന്നും ഇറക്കിയിരിക്കുന്ന ആളുകളാണ്. മലപ്പുറത്ത് നിന്നും പാലക്കാട് നിന്നും മലപ്പുറത്ത് നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും മറ്റ് പലയിടങ്ങളിൽ നിന്നും എത്തിച്ച പ്രവർത്തകരാണ് അവിടെയുള്ളത്. പക്ഷേ പാലക്കാട്ടുകാർ അത് ഇവിടെയാണ് ഉള്ളതെന്നാണ് LDFിൻ്റെ ക്യാമ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ ഉറപ്പായും തങ്ങൾക്ക് തന്നെ എന്നാണ് LDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. ഈ ആത്മവിശ്വാസം അവർക്ക് സരിനെ LDFിന്റെ ക്യാമ്പിലേക്ക് എത്തിച്ചത് മുതൽ ഉണ്ടായെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആവേശം ചോരുന്നില്ല, ആവേശം വാനോളമാണ്. അല്പസമയത്തിനകം സ്ഥാനാർത്ഥി എത്തുന്നതോടെ ഈ ആവേശം പരകോടിയിലെത്തും. ഇനി വെറും 40 മിനിറ്റ് മാത്രമേ ഉള്ളൂ പരസ്യപ്രചാരണം അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ പാലക്കാട് കണ്ട ഏറ്റവും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരൊക്കെ രാഹുലിന് വേണ്ടി പലയിടങ്ങളിൽ നിന്ന് വന്ന ആവേശം തീർക്കുകയാണ്. പാലക്കാട്ടെ ത്രികോണ മത്സരത്തിന് ചൂടേറെ എന്നതാണ് പോർക്കളത്തിൽ ഇത്തവണ കണ്ട വിവാദങ്ങൾ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷത്തിലും വീറും വാശിയും കൂടുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്